അവർ തൻ മുന്നിൽ അടിമ കണക്കെ നിന്നു ഭൂതം അൻപെഴുന്നൊരു ഭൂതം കൽവിൽ അൻപു നിറഞ്ഞൊരു ഭൂതം. ചങ്ങാതിമാർക്ക് മുമ്പിൽ ആളാവാൻ നിത്യവും വിസ്തരിക്കും നീ. അത് കേട്ട് കേട്ട് എന്റെ ഉള്ളിന്റെ ഉള്ളിൽ വളർന്നൊരു മോഹമുണ്ട്. എനിക്ക് ലൈല രാജകുമാരിയെ തൊട്ടരികിൽ നിന്ന് ദർശിക്കണം. അതിനുള്ള അവസരം ഉണ്ടാക്കി തന്നാ മതി നീ. അലാവുദ്ദീൻ, അബദ്ധം പറയാതിരിക്കും അലാവുദ്ദീൻ. അന്യരുടെ കണ്ണിൽ പെടാതെയാ സുൽത്താൻ രാജകുമാരിയെ വളർത്തിക്കൊണ്ടുവരുന്നത്. അലാവുദ്ദീന്റെ മോഹൻ ചക്രവർത്തി അറിഞ്ഞ തല പോലും കാണില്ല. നിർത്തൂ. മത്സരത്തിന് വ്യവസ്ഥ നിശ്ചയിച്ചത് ജാഫർ. അലാവുദ്ദീനെ കൊണ്ട് അടിമപ്പണി ചെയ്യിക്കാൻ നീ ഒരുക്കിയ തന്ത്രം നിനക്ക് തന്നെ വിനയാകുന്നു. ജയിച്ച എന്റെ ആഗ്രഹം നീ നിറവേറ്റി തന്നേ പറ്റൂ. അലാവുദ്ദീൻ, അത് ഞാൻ എങ്ങനെയാ? ജാഫറിന് വാക്ക് ഒന്നേ ഉള്ളൂ എന്ന് നീ വീമ്പ് പറഞ്ഞല്ലോ. അന്യരാരും കണ്ടിട്ടില്ലാത്ത ലൈല രാജകുമാരിയെ അരികിൽ നിന്ന് കാണണം എനിക്ക്. വാക്കു പാലിക്ക്. നീ വാക്കു പാലിക്ക് ജാഫർ. അലാവുദ്ദീൻ, എന്താ ഉമ്മ? വാ ഇവിടെ. ഇപ്പൊ വരാം. വാക്കു പാലിക്ക്. അലാവുദ്ദീൻ, വാക്ക് മറക്കരുത്. അല്ല, എന്ത് കാണാനാ നിൽക്കുന്നു? പോയി ഇവിടുന്ന് പോകാൻ. ലൈല രാജകുമാരിയുടെ നേർക്ക അവന്റെ മോഹം. അവന്റെ തല ഞാൻ വീഴ്ത്തും. വേഗം വാ. എന്താ ഉമ്മ? വിളംബരം കേട്ടില്ലേ? രാജകുമാരി സ്നാനമന്ദിരത്തിലേക്ക് പോകുന്ന വഴിയാ ഇത്. വാ പോവാ. ഉമ്മ, ഞാൻ വന്നോളാം. ഉമ്മ നടന്നോ. നീ വാ. ഉമ്മ വാ. പൊന്നാണയങ്ങൾ കൂമ്പാരം കൂട്ടിയിട്ട് അതിനു മധ്യത്തിൽ ലൈല രാജകുമാരിയെ ഇരുത്തിയാൽ പൊന്നേതാ കുമാരി ഏതാണെന്ന് നിറം കൊണ്ട് തിരിച്ചറിയാൻ പറ്റില്ലാത്രേ. അത് പിന്നെ കാറ്റും വെയിലും തട്ടാതെ വളർന്നതല്ലേ. ഇപ്പൊ പിറന്ന കുഞ്ഞുങ്ങളുടെ പാദങ്ങൾ പട്ടുപോലെയല്ലേ ഉണ്ടാവുക? അതുപോലെ അത്രേ കുമാരിയുടെ പാദങ്ങൾ, പട്ടുപോലെ. പനിനീര് കൊണ്ട് കഴുകി അന്തപുരത്തിനകത്തും പാദരക്ഷ ഇടുകയല്ലേ. ചേറും ചെളിയും തട്ടുന്നില്ലല്ലോ. പട്ടുപോലെ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. മുടി അഴിച്ചിടുമ്പോ കോലാട്ടിൻ കൂട്ടങ്ങൾ കുന്നിറങ്ങി വരും പോലെ തോന്നുന്ന ജാഫർ പറയുന്നേ. നദി ഒഴുകുന്ന പോലെ അവൻ കണ്ടിട്ടുണ്ടത്രേ. മതി വിസ്തരിച്ചത്. രാജകുമാരി ഇരുട്ടിൽ നിന്നാൽ താനെ അവിടെ പ്രകാശമുണ്ടാവുന്നാ പറയുന്നേ. അത്രയ്ക്ക് തിളക്കാത്രേ കുമാരിക്ക്. എനിക്കൊന്ന് കാണണുമ്മ. അന്യരാരെങ്കിലും കുമാരിയെ നോക്കിയാൽ തല കൊയ്യുന്ന കൽപ്പന. അന്യ പെണ്ണിനെ മറ്റു വിചാരത്തോടെ നോക്കിയാൽ പടച്ച തമ്പുരാന്റെ കണ്ണിലും അത് തെറ്റ് തന്നെയാ. മോൻ നടക്ക്. മോൻ ഈ അലച്ചിലും കുട്ടികളിയൊക്കെ ഒന്ന് നിർത്ത്. എന്നിട്ട് ബാപ്പയെ പോലെ നല്ലൊരു നെയ്ത്തുകാരനാക്. ഇഷ്ടം പോലെ ധനം സമ്പാദിക്ക്. ഉമ്മ തന്നെ കണ്ടുപിടിച്ചു തരാം. പൊന്നിന്റെ നിറവും പട്ടുപോലത്തെ പാദവും നല്ല മുടിയും വിളക്ക് പോലെ തിളക്കമുള്ള നല്ലൊരു പെണ്ണിനെ. അലാവുദ്ദീൻ, വാ. അല്ലുമ്മ, ദൂരെ നിന്നെങ്കിലും ഒന്ന് കണ്ടാ മതി ഉമ്മ. മറ്റു വിചാരത്തിലൊന്നുമല്ല. ജാഫർ പറഞ്ഞത് സത്യാണോ എന്ന് അറിയാനാ. പരീക്ഷയ്ക്കൊന്നും മോൻ നിൽക്കണ്ട. മോനു വേണ്ടിയ ഉമ്മ ജീവിക്കുന്നത് തന്നെ. മോൻ എന്തെങ്കിലും ആപത്ത് പറ്റിയാൽ അത് സഹിക്കില്ല ഈ പെറ്റുമ്മയ്ക്ക്. ആരോരും ഇല്ലാത്തവരാ മോനെ നമ്മള്. ബാപ്പയുള്ള കാലത്ത് അല്ലലെന്തെന്നറിഞ്ഞിട്ടില്ല. നിന്റെ കാര്യം ഓർക്കുമ്പോഴാ ഉമ്മയ്ക്ക് ആദി. ഒരു വ്യാപാരം തുടങ്ങിയാൽ മോന് കാര്യവിചാരമൊക്കെ ഉണ്ടാവും. പക്ഷേ അതിനൊക്കെ ധനം വേണ്ടേ? മോനെ അലാവുദ്ദീൻ, അലാവുദ്ദീൻ, മോനെ, മോനെ, അലാവുദ്ദീൻ. എന്റെ റബ്ബേ, ഇവനിതെവിടെ പോയി? എന്റെ കുഞ്ഞിനൊന്നും പറ്റല്ലേ. അലാവുദ്ദീൻ.
നെയ്ത്തുകാരികൾ തട്ടുമ്പോൾ പാവം കുമാരിക്ക് വേദനിക്കുന്നുണ്ടാവും. എന്താ നിറം? തങ്ക നാണയങ്ങൾ കുമാരിയെ കണ്ടാൽ നാണിച്ച് തല താഴ്ത്തും. കൽപ്പന ധിക്കരിച്ച് ലൈല രാജകുമാരിയെ ഞാൻ കണ്ടു, ഭേഷായിട്ട് കണ്ടു. നീ നോക്കിക്കോ, അവൾ സുൽത്താന്റെ ഏക പുത്രി, അന്യരെ കാട്ടാതെ അന്തഃപുരത്തിനകത്ത് അടച്ചുപൂട്ടി വളർത്തുന്ന പ്രിയ പുത്രിയുണ്ടല്ലോ, അവളെ ഈ നെയ്ത്തുകാരി സൈനബയുടെ പുത്രൻ അലാവുദ്ദീൻ ബീവിയാക്കി മാറ്റും. നീ എന്തായി പറയുന്നേ? അവളോടൊത്ത് ഞാൻ ശയിക്കുന്ന പള്ളിയറ തൂത്തും തുടച്ചും നീ എനിക്ക് ദാസിവേല ചെയ്യും. ഇത് അലാവുദ്ദീന്റെ വാക്ക്. വൗമ, അതിമോഹം, അഹങ്കാരം, നിന്റെ ശിരസ് എന്റെ കൈകൊണ്ട് തന്നെ വീഴും. ഉമ്മ, പടച്ചോന്റെ കനിവ് കൊണ്ട ജാഫറിന്റെ അരികിൽ നിന്ന് നീ തിരിച്ചു വന്നത്. അതിനിടയില് നിന്നോട് ആരാ വെല്ലുവിളിക്കാൻ പറഞ്ഞത്? അവരൊക്കെ വലിയ ആളുകളാ, നീ അങ്ങനെയാണോ? ഇനി ആരെത്ര വലിയ ആളായാലും എന്റെ ഉമ്മാനെ തൊട്ടാ എനിക്ക് ദേഷ്യം വരും. അത് സുൽത്താനാണോ എന്നൊന്നും ഞാൻ നോക്കൂല. നാവടക്ക് ഇല്ലേ, അരിഞ്ഞു തള്ളും സുൽത്താന്റെ ചാരന്മാർ. നോക്ക, ലൈല രാജകുമാരി നിനക്ക് വിധിച്ച പെണ്ണല്ല. അത് ആഗ്രഹിക്കാനുള്ള യോഗ്യത നമുക്കില്ല. അത് നീ ആദ്യം മനസ്സിലാക്ക്. പരമകാരുണികനായ അല്ലാഹ് നിനക്ക് മൊഞ്ചുള്ളൊരു പെണ്ണിനെ കാട്ടിത്തരും. അതുവരെ എന്റെ അലാവുദ്ദീൻ എടുത്തു ചാടരുത്. പറ്റില്ലുമ്മ, എന്നെ കൊണ്ട് പറ്റില്ല. എന്റെ ഉള്ളു, എന്റെ കിനാവ്. ഇങ്ങോട്ട് വാ. നിന്നെ എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം. ഉമ്മ പറയുന്ന പറഞ്ഞ ബുദ്ധി തെളിയുക. ഇതുവരെ ദേശക്കാരെ മാത്രമേ നീ മുഷിപ്പിച്ചിട്ടുള്ളൂ. ഇപ്പൊ കളി കൊട്ടാരത്തോടായി. രാജകുമാരിയെ നിക്കാഹ് ചെയ്യോത്രേ. നീ പറഞ്ഞത് 10,000 മടങ്ങ് പെരുപ്പിച്ച് സുൽത്താനെ തെരിയപ്പെടുത്തും ആ ജാഫർ. നിന്നെ കൊണ്ടുപോകാൻ സുൽത്താന്റെ ആൾക്കാർ ഏത് ക്ഷണവും ഇവിടെ എത്തും. ജാഫറിന്റെ ബാപ്പയെ കാണാൻ പോവാ ഞാൻ. പെറ്റുപോയില്ലേ, കൺമുന്നിലിട്ട് നിന്നെ ശിക്ഷിക്കുന്നത് കണ്ടു സഹിക്കാൻ പറ്റൂ ഈ ഉമ്മയ്ക്ക്? കാല് പിടിച്ചപേക്ഷിക്കാം. 1-ാം മന്ത്രി പറഞ്ഞാൽ ചിലപ്പോ തിരുമനസ് പുറത്തേക്കും. ഉമ്മ പോവരുത്. ഉമ്മ, ജാഫറിനോട് ഞാൻ വീരസ്യം പറഞ്ഞത് ചങ്ങാതിമാർ അറിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോ രക്ഷപ്പെടാൻ വേണ്ടി ഉമ്മയെ കൊണ്ട് കാലു പിടിപ്പിച്ചു എന്ന് പരിഹസിക്കുന്നത് കാണാൻ ഉമ്മയുടെ മോൻ ബാക്കിയുണ്ടാവില്ല. മടങ്ങി വരുമ്പോ കാണാം ഉമ്മയ്ക്ക് ഞാൻ ഈ ഉത്തരത്തിൽ തൂങ്ങിയിട്ടുണ്ടാവും. ഉമ്മയുടെ മോൻ താന്തോന്നിയാ, കാര്യവിചാരം ഇല്ലാത്തോനാ, അങ്ങനെ ആയിപ്പോയി. പക്ഷെ എന്റെ ഉമ്മയുടെ മേൽ ആരെങ്കിലും ഒരു തരി മണല് വാരിയിട്ടാ അതീ മോൻ പൊറക്കൂല. വെറും വാക്ക് പറഞ്ഞതല്ല അലാവുദ്ദീൻ. ലൈല രാജകുമാരിയെ ഞാൻ നിക്കാഹ് കഴിക്കും. എന്തുണ്ടായിട്ടാ നീ? മോഹം മാത്രം പോരാ, അർഹത കൂടി വേണം. അതിനുള്ള പ്രാപ്തി ഉണ്ടാവണം. ഉണ്ടാവും. മകനു വേണ്ടി കുമാരിയെ ചോദിച്ച് സുൽത്താന്റെ മുമ്പിൽ ഒരിക്കൽ ചെന്ന് നിൽക്കേണ്ടതാ എന്റെ ഉമ്മ. 1-ാം മന്ത്രിയുടെ കാല് പിടിച്ച് വെറുതെ മാനക്കേട് ഉണ്ടാക്കരുത്. നിനക്കെന്താ അലാവുദ്ദീൻ? അതെന്തെങ്കിലും നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരു വഴി ഉണ്ടാവും ഉമ്മ, ഒരു വഴി ഉണ്ടാവും.
റബ്ബുൽ ആലമിനായ തമ്പുരാനെ, ചിന്താശക്തിയില്ലാത്ത എന്റെ മോന് അവിടുന്ന് തന്നെ ബുദ്ധി ഉപദേശിച്ചു കൊടുക്ക. മനസ്സിലെ മോഹത്തിൽ നിന്നും സുൽത്താന്റെ ശിക്ഷയിൽ നിന്നും രക്ഷ കിട്ടാൻ അവിടുന്ന് തന്നെ ഒരു വഴി കാണിച്ചു കൊടുക്ക. അവിടുന്നല്ലാതെ മറ്റൊരാശ്രയമില്ല ഈ പാവത്തിന്. എന്തിനമ്മേ? ആരും ഇല്ലേ ഇവിടെ? ആരും ഇല്ലേ ഇവിടെ? ആരാണാവോ? എന്തിനാ കരയുന്നത്? ആരാന്ന് മനസ്സിലായില്ലല്ലോ. ആരാ ഉമ്മ? അലാവുദ്ദീൻ. ഞാൻ സങ്കല്പിച്ച അതേ മുഖം, അതേ നിറം, അതേ ഉയരവും, അതേ വണ്ണവും, അതേ രൂപം. ആരാന്ന് മനസ്സിലായില്ല. ഇത് ഞാൻ സിന്ധിൽ നിന്ന് അവിടത്തേക്ക് വാങ്ങിയ വിലപിടിപ്പുള്ള ആഭരണങ്ങളാണ്. സ്വീകരിച്ചാലും മഹതി. ആദ്യം അങ്ങ് ആരാണെന്ന് പറയൂ. ഇത് ഞാൻ അലാവുദ്ദീന് വേണ്ടി വാങ്ങിയ വസ്ത്രങ്ങളാണ്. തലപ്പാവ്, പാദരക്ഷ സ്വീകരിക്കൂ കുഞ്ഞേ. അല്ല, ഞങ്ങൾക്കിതൊക്കെ തരാൻ അങ്ങ് ആരാണ്? ഇസ്മയിൽ എന്നാണ് എന്റെ നാമം. പിതാവിനോട് പിണങ്ങി ഭവനം വിട്ട് ഓടിപ്പോയ നേരനുജൻ ഇസ്മായിലിനെ കുറിച്ച് അവിടുന്ന് നിന്റെ പുരുഷൻ, എന്റെ സഹോദരൻ, അവിടുന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ടാവും. ഈ പരമ്പരയിൽ അഭിനയിക്കുന്നതിനായി 10 വയസ്സിനും 12 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആൺകുട്ടികളെയും 18 വയസ്സിനും 23 വയസ്സിനും ഇടയിൽ പ്രായമുള്ള യുവതീ യുവാക്കളെയും ആവശ്യമുണ്ട്. ഫോട്ടോ സഹിതം അപേക്ഷിക്കുക. വിലാസം: മെരിലാൻഡ് സ്റ്റുഡിയോ, നേമം PO, തിരുവനന്തപുരം 20.